ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളിവിടെ അദ്വൈതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് പട്ടണത്തിൽ കുറേ വർഷങ്ങളായി ഈയൊരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്, നമ്മൾ ഒത്തുചേരുന്നത്. ഇത് 1998 ആരംഭിച്ചതെന്നാണ് ഓർമ്മ. അതിന് മധ്യേ കോവിഡ് കാലയളവിൽ ഒരു വർഷം മുടങ്ങി. മറ്റു വർഷങ്ങളിൽ മുടങ്ങാതെ ആരംഭകാലത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. പിന്നീട് ഭഗവത്ഗീതയിലേക്ക് കടന്നു. കുറച്ച് ഭാഗങ്ങളായിട്ട് പ്രതിവർഷം ശ്രദ്ധിച്ച് 6-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 3-ാം ശ്ലോകം. ഇതിൽ മുൻവർഷം പങ്കെടുക്കാത്തവരുണ്ടാവും, പങ്കെടുത്തവരുണ്ടാവും. പങ്കെടുത്തവരാണെങ്കിൽ പോലും ഒരു സംവത്സരത്തിൻ്റെ അന്തരം ഇടയ്ക്ക് വന്നു, അതുകൊണ്ടൊരു തുടർച്ച കിട്ടില്ല. അവരോട് പറയാനുള്ളത്, അദ്വൈതാശ്രമം യൂട്യൂബ് ചാനലിൽ പരിശോധിച്ചാൽ ഈ പ്രഭാഷണ പരമ്പര ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളവിടെ എത്തി നിൽക്കുന്ന ഭാഗം വരെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തുടർച്ച കിട്ടും. ഏതായാലും ഈ വർഷം നമ്മൾ 6-ാം അധ്യായം 4-ാം ശ്ലോകം മുതലാണ് ശ്രദ്ധിക്കുന്നത്. ഇതിന് മുൻപുള്ള ഭാഗം നേരത്തെ പറഞ്ഞ പോലെ പരിശോധിക്കുക മാത്രമേ മാർഗമുള്ളൂ. വേദസാരമാണ് ഭഗവത്ഗീത. ഭഗവാൻ ഭാഷ്യകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ, സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ, പ്രതിപാദിച്ചിട്ടുണ്ടോ, അവയുടെ മുഴുവൻ സാരത്തെ ഒന്നുകൂടി സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഒറ്റ വാക്യം കൊണ്ട് തന്നെ, ഒറ്റ പദം കൊണ്ട് തന്നെ ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം നമ്മുടെ സംസ്കൃതിയിൽ, വൈദിക ചിന്താ പദ്ധതിയിൽ, സനാതനധർമ്മത്തിൽ എന്താണതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഈ ചെറിയൊരു പദം കൊണ്ട് തന്നെ വ്യക്തമാണ്. സമസ്ത വേദങ്ങളിലും എന്തെന്തർത്ഥങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം വീണ്ടും സംഗ്രഹിച്ചതാണ്. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. വേദസാരം അത് വലിയ വിദ്വാൻമാർക്കിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിർവഹിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തിയായ എനിക്ക് എന്താണ് ഗീതയുടെ സന്ദേശം, അഥവാ എന്നെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ പ്രസക്തി? ഈ ഒരു ചോദ്യം സ്വാഭാവികമാണ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഗീത ഉപദേശിക്കപ്പെട്ടത് ഈ ലോക ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടുമാറി
വനാന്തരത്തിലോ ഗുഹാന്തരത്തിലോ തപസ് ചെയ്യുന്ന ഏതെങ്കിലും തപസ്വിയോടോ അത്തരം സാഹചര്യത്തിലോ അല്ല. മറിച്ച് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ തന്നെ ഏറ്റവും പ്രശ്നകലുഷിതമായ, നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രശ്നകലുഷിതമായ യുദ്ധ സാഹചര്യത്തിലാണ്. വളരെ ശ്രദ്ധാപൂർവം ഓരോ തീരുമാനവും എടുത്ത് അത് നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടുന്ന അത്യന്ത വിഷമകരമായ സന്ദർഭത്തിലാണ്. അതും എന്താണ് തൻ്റെ കർത്തവ്യമെന്ന് നിശ്ചയിക്കാൻ കഴിയാതെ ഉഴറുന്ന വ്യക്തിക്ക്, കർത്തവ്യമെന്ത് അകർത്തവ്യമെന്ത് എന്ന് നിശ്ചയിക്കാൻ കഴിയാതെ ഉഴറുന്ന വ്യക്തിക്ക്, അതാണല്ലോ നമ്മുടെ ഏത് കാലഘട്ടത്തിലുള്ള സമാജത്തിൻ്റെ സമസ്യ. അതിലുപരി പ്രശ്നമാണ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് ചെയ്യരുതാത്തതെന്നറിയാം, പക്ഷെ ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. ഈ ഒരു പ്രതിസന്ധി സമൂഹ ജീവിതം ആരംഭിച്ചത് മുതൽ മനുഷ്യൻ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ഇന്നും എന്നും. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഭഗവത്ഗീത ഉപദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ സാമാന്യ ലോകത്തിൽ ഗീതയുടെ പ്രസക്തി മനസ്സിലാവും. ഇനി ഇതിൽ ചേർത്ത് പറയേണ്ടുന്ന ഒരു വിഷയം, ഇവിടെ ഗുരുനാഥനായ ശ്രീകൃഷ്ണൻ അഭിമുഖീകരിച്ചതും സംസാരിച്ചതും ഒരു സാമാന്യ മനുഷ്യനോടാണ്. എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ഗുണദോഷ സമ്മിശ്ര ഘടനയും എല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യൻ. അയാൾ ശക്തിശാലിയാണ്, അങ്ങേയറ്റം പ്രബല യോദ്ധാവാണ്, മഹാരഥനാണ്, അതിരഥനാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും സാമാന്യ സമൂഹാംഗത്തിൻ്റെ, മനുഷ്യൻ്റെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഇത് ജനസാമാന്യത്തിനുള്ള ഉപദേശമാണ്. ഇത് മതഭേദങ്ങൾക്കുള്ള ഉപദേശമല്ല. കാരണം ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യനെയാണ്. ഇപ്പോൾ ചില ഉപാസനകളെ നമ്മൾ വിധിക്കുമ്പോൾ അതിന് മുൻപായിട്ട് ചില ദീക്ഷാവിധാനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള, അഥവാ ചില കർമ്മമണ്ഡലങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളെയാണ് ഉപാസനാശാസ്ത്രം ചിലപ്പോൾ അഭിസംബോധന ചെയ്യുക. ഏതെങ്കിലും യജ്ഞത്തിനോ ക്രിയയ്ക്കോ നമ്മൾ പോകുന്ന സമയത്ത് ആ യജ്ഞത്തിൻ്റെ ക്രിയയുടെ വ്രതം ദീക്ഷിച്ചിട്ടുള്ള ആൾക്കാണത്. അവിടെ വ്യത്യസ്തങ്ങളായ അധികാരി പരിഗണനകളുണ്ട്. ചെറിയ ഉദാഹരണത്തിന്, ഒരു യാഗത്തിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ, യാഗനിർവഹണത്തിന് പോവുകയാണെങ്കിൽ അതിൽ അധികാരിയാവണമെങ്കിൽ എനിക്ക് മുടന്തുണ്ടാവാൻ പാടില്ല, കോങ്കണ്ണുണ്ടാവാൻ പാടില്ല, കൂനുണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ അനേക നിബന്ധനകളുണ്ട്. ഞാൻ ഇത്ര ഉപാസന ചെയ്ത ആളായിരിക്കണം ഒക്കെയുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഏതെങ്കിലും വിശ്വാസത്തെ നീ മുൻകൂട്ടി പാലിച്ചിരിക്കണം, അതുമില്ല. അതുകൊണ്ട് തന്നെ വർത്തമാനകാല ലോകത്തിൽ ചിന്തിക്കുമ്പോൾ ഇതേതെങ്കിലും മതത്തോടോ ഇതേതെങ്കിലും ദേശത്തിനോടോ ദേശീയരോടോ പറഞ്ഞതല്ല. മറിച്ച് സർവ്വലോകത്തിലും സർവ്വസമൂഹത്തോടും. ഇവിടെ ലിംഗഭേദമില്ല, വർണ്ണഭേദമില്ല, മതഭേദമില്ല, ദേശഭേദമില്ല. മനുഷ്യനോട് വിശേഷബുദ്ധിയുള്ള മനുഷ്യനോട് തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാൻ അധികാരത്തോടു കൂടിയ മനുഷ്യനോട്, ആവർത്തിക്കട്ടെ, തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാഹചര്യത്തിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ അധികാരിയായ മനുഷ്യനോട്. അതാണല്ലോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തെരഞ്ഞെടുപ്പുകളാണ്. നമ്മൾ എന്തിനെ തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി ഓരോ നിമിഷവും. അപ്പോൾ വിവേകത്തോടു കൂടി തിരഞ്ഞെടുക്കേണ്ടുന്ന നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം? അത് ചെയ്യണോ ഇത് ചെയ്യണോ, അത് കഴിക്കണോ ഇത് കഴിക്കണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? നിരന്തരം ഈ സങ്കല്പ വികല്പ സന്ദേഹങ്ങളാണ്. അങ്ങനെയുള്ള മനുഷ്യന് ഇന്നതാണ് നിൻ്റെ കർത്തവ്യം, അത് കേവലം ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, ഇന്ന കാരണം കൊണ്ട്, അത് നീ യുക്തിപൂർവം ചിന്തിച്ച് മനസ്സിലാക്കൂ. ഒരിക്കലും യുക്തിയെ പണയം വയ്ക്കാതിരിക്കൂ എന്നുള്ള നിലയ്ക്ക് മനുഷ്യ സമൂഹത്തോട് മുഴുവൻ അഭിസംബോധന ചെയ്യുന്നതാണ് ഗീതാശാസ്ത്രം. അവിടെ അടിസ്ഥാനപരമായി എന്താണ് തൻ്റെ സ്വഭാവം, സ്വരൂപം എന്നുള്ളത് പറഞ്ഞു. ആ സ്വരൂപം ഏകമാണ്, അദ്വിതീയമാണ്, സച്ചിദാനന്ദമാണ്. ആ സ്വരൂപബോധത്തിൽ യാതൊരു പരിമിതിയും ഇല്ലാത്തവനാണ് താനെന്ന ബോധത്തിൽ മനുഷ്യൻ്റെ എക്കാലവുമുള്ള അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയാകും. ആ അന്വേഷണം സുഖാർത്ഥമാണ്, സുഖമാണ്, ദുഃഖനിവൃത്തിയാണ്. ഇപ്പം സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയാകുന്ന അല്ലെങ്കിൽ നിരതിശയ സുഖപ്രാപ്തിയാകുന്ന എല്ലാ മനുഷ്യരും എല്ലായ്പ്പോഴും എല്ലായിടത്തും അന്വേഷിക്കുന്ന ജീവിത ലക്ഷ്യത്തെ, യാതൊന്നിനെ പരമപുരുഷാർത്ഥം, മോക്ഷം എന്നൊക്കെ വൈദിക ശാസ്ത്രങ്ങൾ പറയുന്നുവോ, നമ്മെ സംബന്ധിച്ച് ദുഃഖം ഇല്ലാതാവുക, സുഖം നേടുക എന്ന് സാമാന്യ ഭാഷയിൽ പറയാമോ? അങ്ങനെയുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് തൻ്റെ പൂർണ്ണാത്മബോധമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പൂർണ്ണാത്മബോധത്തിൻ്റെ കൃതാർത്ഥതയാണ് ഭഗവാൻ ആദ്യം ഉപദേശിക്കുന്നത്. തുടർന്ന് എങ്ങനെ ആ പരമമായ ബോധത്തിലേക്ക് ഉയരാം എന്നുള്ളതിനെ ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചർച്ച ക്രമികമായി 2, 3, 4, 5 അധ്യായങ്ങളിലൂടെ പുരോഗമിച്ചപ്പോൾ പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാനുള്ള മാർഗം ഏകാഗ്രതയുടെ, അതിലൂടെ നേടേണ്ടുന്ന തത്വജ്ഞാനത്തിൻ്റെ മാർഗമാണ്. അതിനെ ഉപദേശിക്കുന്ന ഭാഗമാണ് ഈ 6-ാം അധ്യായം. കഴിഞ്ഞ ഭാഗങ്ങളിലേറെ നമ്മൾ വിസ്തൃതമായി ഒരു പുനരാലോചന ചെയ്താൽ നീണ്ടു പോവും. അതിനിപ്പോൾ ഒരുമ്പെടുന്നില്ല. സാരമാണ് ഇപ്പം പറഞ്ഞത്, സാരമാണ് പറഞ്ഞത്. ഏതായാലും 5-ാം അധ്യായം അവസാനിപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അന്തർമുഖമാക്കി, പുറമേയുള്ള വിഷയങ്ങളെ പുറമേക്കാക്കി, പലതിലേക്ക് പരക്കം പായുന്ന ദൃഷ്ടിയെ ഏകാഗ്രമാക്കി, പ്രാണനെ സംയമിച്ച്, നമ്മുടെ പ്രാണനെ നിയമിച്ച്, ഇന്ദ്രിയ മനോബുദ്ധികളെ മുഴുവൻ തൻ്റെ അധീനത്തിലാക്കി, ഇച്ഛ, ഭയം, ക്രോധം എന്നിവയെ ജയിച്ച് ഈ ലോകത്തിൽ ആരാണോ കഴിയുന്നത് അവൻ മുക്തനാണ് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പദത്തിലേക്ക് ഉയരാൻ വേണ്ടി യോഗത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ മാർഗത്തെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശത്തിൽ അവസാനം പറഞ്ഞു, ഒരാൾ സമ്പൂർണമായ അന്തഃക്കരണ നിയമനം, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പരിപൂർണമായ ഏകാഗ്രത, അതിലൂടെയുള്ള തത്വനിർണയം, അതിനെ പ്രാപിക്കുന്നത് വരെ നിഷ്കാമഭാവത്തിൽ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി തൻ്റെ കർമ്മങ്ങളെ അനുഷ്ഠിക്കണം, ലൗകികവും വൈദികവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെയൊക്കെ കർമ്മങ്ങൾ
അതേത് തലത്തിലായാലും, ഗൃഹത്തിലാവട്ടെ, സമാജമധ്യത്തിലാവട്ടെ, തൊഴിലിടത്തിലാവട്ടെ, എവിടെയായാലും അതിനെ ശുദ്ധമായി അതിലൂടെ ഞാൻ സമഷ്ടിക്ക് അധീശനായ ഈശ്വരനെ പൂജിക്കുകയാണെന്ന ഭാവനയോടുകൂടി ഓരോരുത്തരും അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യണം. എന്നാൽ പരിപൂർണമായി യോഗാരൂഢനായി കഴിഞ്ഞാൽ, പരമമായ ഏകാഗ്രതയിലൂടെ പരമാത്മാ ബോധത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു കർത്തവ്യവും ശേഷിക്കുന്നില്ല. അവയെല്ലാം കൊഴിഞ്ഞു പോകും. കൃതാർത്ഥനിൽ നിന്ന് കർത്തവ്യങ്ങളും കർമ്മങ്ങളും എല്ലാം കൊഴിഞ്ഞു പോകും. അയാൾ സ്വാഭാവികമായി, സഹജമായി പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച ഭാഗം. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വായിക്കാം. ശ്രീ ഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. ഹേ അർജുന, കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ തൻ്റെ കർത്തവ്യകർമ്മത്തെ ചെയ്യുന്നത് അവൻ സന്യാസിയുമാണ്, യോഗിയുമാണ്. അല്ലാതെ സന്യാസത്തിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളെ സ്വീകരിച്ചതുകൊണ്ടോ ഞാൻ കർമ്മങ്ങളെ ഉപേക്ഷിച്ചു എന്ന് സങ്കല്പിച്ചതുകൊണ്ടോ അഗ്നിക്രിയ ചെയ്യുന്നില്ല എന്നതുകൊണ്ടോ ഒരാൾ സന്യാസിയാകുന്നില്ല. ഞാൻ കാഷായം ധരിച്ചു, മുണ്ടനം ചെയ്തു, സന്യാസിയുടെ പേരുമായി പൂജാതി കർമ്മങ്ങൾ ചെയ്യാതെ, അഗ്നിഹോത്രാദികളൊന്നും ചെയ്യാതെ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം സന്യാസിയാകുന്നില്ല. മറിച്ച് ആരാണോ കർമ്മഫലത്തെ ആശ്രയിക്കാതെ സ്വകർത്തവ്യ നിർവഹണം ചെയ്യുന്നത് അയാൾ സന്യാസിയാണ്, യോഗിയാണ്. എന്തുകൊണ്ടെന്നാൽ യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. എന്തുകൊണ്ടെന്നാൽ ഹേ പാണ്ഡവ, യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് യോഗം എന്ന് നീ മനസ്സിലാക്കൂ. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്നൊരു വാക്യമാണ്. അല്പം നമ്മുടെ വിചാരം തെറ്റിക്കഴിഞ്ഞാൽ ശാസ്ത്ര സമ്പ്രദായത്തിനും അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ മൊത്തം സാരത്തിനും വിരുദ്ധമായി പോകും ഈ ഭഗവത് വാക്യം. കാരണം സന്യാസവും യോഗവും രണ്ടാണ്, രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ ഭഗവാൻ പറയുക രണ്ടും ഒന്നാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അർജുനനെ സംബന്ധിച്ച് അർജുനൻ സന്യാസത്തിന് അധികാരിയല്ല, പക്ഷേ അയാൾ സന്യാസം അഭിലഷിക്കുന്നു. അർജുനൻ കർമ്മയോഗത്തെ അനുഷ്ഠിക്കണം, അത് മറ്റാരെക്കാളും ഭഗവാൻ അറിയാം. അതുകൊണ്ട് കർമ്മയോഗത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, എടോ ഫലകാമന ഇല്ലാണ്ട് കർമ്മം ചെയ്താലും സന്യാസത്തിന് തുല്യം തന്നെയാണ്, അതുകൊണ്ട് നീ അത് ചെയ്തോളൂ. അതിന് ന്യായവും പറഞ്ഞു. സന്യാസ സങ്കല്പം ഇല്ലെങ്കിൽ യോഗിയാവില്ലല്ലോ. വാസ്തവത്തിൽ രണ്ടും രണ്ടാ. സന്യാസി സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവനാണ്, യോഗി കർമ്മങ്ങളെ ആചരിക്കുന്നവനാണ്. എന്നാൽ യോഗി ഫലകാമനയെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ ഒരു ഉപേക്ഷ യോഗിയിലുണ്ടല്ലോ എന്നാണ് ഭഗവാന്റെ ന്യായം. അപ്പോൾ അവിടെ സംശയം വന്നു, എത്ര കാലം വരെ ഒരാൾ യോഗാനുഷ്ഠാനം ചെയ്യണം, എപ്പോൾ സന്യാസം പരിപക്വമാകും? അവിടെ പറഞ്ഞു, ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ഹേ അർജുന, യോഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവന്, പരമമായ യോഗപദവിയിലേക്ക് ഉയരാൻ വേണ്ടി ജീവിതത്തിൽ സാധനാക്രമം ചെയ്യുന്നവന് അവനവൻ്റെ കർമ്മങ്ങളെ അനുഷ്ഠിച്ചേ മതിയാവൂ. എന്നാൽ യോഗാരൂഢനായി കഴിഞ്ഞാൽ അതേ ആൾക്ക് ഒരു കർമ്മവും ശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം വന്നു, ആരാണ് യോഗാരൂഢൻ? അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവസാനം ചിന്തിച്ചത്. യദാഹിനേന്ദ്രിയാർത്ഥേഷു
ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. എപ്പോഴാണോ ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളിൽ, ഇന്ദ്രിയാർത്ഥങ്ങൾ വിഷയങ്ങൾ, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ, അവയിലും കർമ്മങ്ങളിലും ഒരു തരത്തിലും പെട്ട സംഘമില്ലാതിരിക്കുന്നത്, വിഷയങ്ങളാൽ ബന്ധിക്കപ്പെടാതെയും കർമ്മങ്ങളിൽ സംഘമില്ലാതെയും എപ്പോഴാണ് ഒരാൾ കഴിയുന്നത്, അപ്പോൾ സർവസങ്കല്പ സന്യാസിയായ, ഇത് ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്ക്, ഇതുകൊണ്ട് എനിക്ക് അത് കിട്ടണം, ഇങ്ങനെ വിവിധങ്ങളായ അഹങ്കാര മമത്വ സങ്കല്പങ്ങളില്ലാത്ത അവസ്ഥയിൽ ആരാണോ കഴിയുന്നത് അയാൾ യോഗാരൂഢനാണ്. ഇതുവരെയാണ് നമ്മൾ ശ്രദ്ധിച്ച ഭാഗം. തുടർന്ന് 5-ാം ശ്ലോകം മുതൽ ഇന്ന് പഠിക്കുകയാണ്. നോക്കൂ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായാലും ഗൃഹസ്ഥരായാലും അതിൽ തന്നെ വ്യത്യസ്തങ്ങളായ കർമ്മമേഖലകളിൽ വ്യാപരിക്കുന്നവരായാലും ഇനി വാനപ്രസ്ഥരായാലും ഇന്ന് പൊതുവെ അത് അംഗീകരിക്കപ്പെടാത്തൊരു ജനുസാണ്. ഏറ്റവും അധികം അതാണെന്നുള്ള വസ്തുത നമുക്കറിയാം, എന്നാലും അത് പൊതുവെ അംഗീകരിക്കപ്പെടാത്ത ജനുസാണ് ഈ വാനപ്രസ്ഥം എന്നുള്ളത്. ഒരു സന്യാസി ആയാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വലിയ സന്ദേശമാണ്. ഭഗവത്ഗീത മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഇതുപോലുള്ള ചില വാക്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കും. നോക്കൂ. ഉദ്ധരേത് ആത്മനാ ആത്മാനം. ആത്മനാ തന്നാൽ അഥവാ തന്നെ കൊണ്ട്, ആത്മാനം തന്നെ, അവനവനെ, ഉദ്ധരേത് ഉയർത്തിയാലും. ജീവിതത്തിൽ നമ്മളൊക്കെ ഉയരണം. ഒരു വിദ്യാർത്ഥി കൂടുതൽ കൂടുതൽ ഉയർന്ന വിദ്യാർത്ഥിയാവണം. ഒരു കൃഷിക്കാരനായാലും വ്യവസായി ആയാലും എല്ലാ നിലയ്ക്കും അയാൾ ഉയരണം. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി, ശാക്തികമായി ഒന്നിലും പിന്നോക്കം പോകരുത്. എല്ലാ മേഖലയിലും ഉയരണം. എന്താണ് ഉയർച്ച? അത് ആപേക്ഷികമാണ്. ഒരാളുടെ ദൃഷ്ടിയിലുള്ള ഉയർച്ചയായിരിക്കില്ല വേറൊരാളുടെ ദൃഷ്ടിയിൽ. അത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് മാറി വരാം. എൻ്റെ ദൃഷ്ടിയിലുള്ള ജീവിതത്തിലുള്ള ഉയർച്ചയായിരിക്കില്ല ഈ കൂട്ടത്തിൽ മറ്റൊരാളുടെ ദൃഷ്ടിയിലുള്ള ഉയർച്ച. അതിനെ തെറ്റെന്നോ ഇതിനെ തെറ്റെന്നോ പറയാൻ നമുക്ക് പരസ്പര അധികാരം ഇല്ല. പക്ഷേ ഉയരണം, അതെല്ലാവർക്കും വേണ്ട സങ്കല്പമാണ്. എല്ലാവർക്കും വേണ്ട സങ്കല്പമാണ്. അങ്ങനെ ഉയരണമെന്ന സങ്കല്പത്തോടു കൂടിയ മനുഷ്യൻ, നമ്മെ ഉയർത്താൻ വേറെ ആരെങ്കിലും വരും, ആകാശത്തുനിന്ന് വല്ല ദൈവദൂതനും വരും, അല്ലെങ്കിൽ വല്ല അവതാരവും വരും. പണ്ട് ശ്രീരാമൻ വന്നു, ശ്രീകൃഷ്ണൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ നമ്മൾ ഉയർത്താൻ ഏതെങ്കിലും ഒരു അവതാരം അങ്ങോട്ട് ഇറങ്ങി വരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വല്ല മക്കളും വരും, അല്ലെങ്കിൽ വല്ല പ്രവാചകന്മാരും വരും എന്നൊന്നും പ്രതീക്ഷിച്ച് മേപ്പെട്ട് നോക്കിയിരിക്കണ്ട. അഥവാ എന്നെ ഉയർത്താൻ വേണ്ടി താഴേന്ന് ആരെങ്കിലും വരും, അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ടാവാം.
മേപ്പട്ടും കീഴ്പട്ടും അല്ല നോക്കേണ്ടത്, പിന്നെയോ തന്നിലേക്കാണ്. നിന്നെ ഉയർത്താൻ നീ മാത്രമേ ഉള്ളൂ ലോകത്തിൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓ അവൻ്റെ കൂടെ കൂടിയിട്ട് ഞാനങ്ങ് മോശമായിപ്പോയി, അഥവാ എൻ്റെ മോളങ്ങ് മോശമായിപ്പോയി, കൂട്ടുകെട്ട് പെട്ടു സ്വാമി, അതാ പറ്റിയത്. ഇനി വേറെ ചിലരുണ്ട്, ഞാനിപ്പോൾ ചിദാനന്ദപുരി സ്വാമിയെ ഒന്ന് പ്രസംഗിച്ച് നാട് മുഴുവൻ അങ്ങ് നന്നാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുക. എന്നാൽ മനസ്സിലാക്കുക, ഇല്ല, അസാധ്യമാണ്. എനിക്ക് ലോകത്തിൽ ഒരൊറ്റയാളെ മാത്രമേ നന്നാക്കാനോ ചീത്തയാക്കാനോ കഴിയൂ, അതെന്നെ മാത്രമാണ്. എന്നെ ഉയർത്താൻ ലോകത്തിൽ മറ്റാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് കരുത്തിൻ്റെ സന്ദേശമാണ്. ഇത് വിധിയെയും യോഗത്തെയും നോക്കി അങ്ങും ഇങ്ങും എനിക്ക് ഉയരാൻ സാധ്യത ഉണ്ടോ എന്നന്വേഷിക്കുന്ന ദുർബലനുള്ള ഉപദേശമല്ല. സ്വാമി ഞാൻ എന്ന് കട തുടങ്ങിയാൽ നന്നാവും? എടാ ഇന്ന് തുടങ്ങാം. ഞാൻ ബിസിനസ് തുടങ്ങാൻ പറ്റിയൊരു ദിവസം സ്വാമി പറഞ്ഞു തരണം. എടാ ഇന്ന്, നാളെയല്ല ഇന്ന്. അല്ല സ്വാമി ഒന്ന് ഗണിച്ചിട്ട് പറഞ്ഞു തന്നാൽ മതി. ധന്യ ഗണിച്ച് പറഞ്ഞു തരണത് ഇന്ന്. അത് കഴിഞ്ഞു. ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് കേട്ടിട്ട് തൃപ്തിയായില്ല, ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ അയാളൊക്കെ ഒന്ന് ഗണിച്ചിട്ട് പറഞ്ഞു, നല്ലത് 32-ാം തീയതി, അല്ല 31-ാം തീയതിയാണ്. അല്ല അയാൾ 32 എന്ന് പറഞ്ഞാൽ തെറ്റില്ല, കർക്കിടകത്തിനൊക്കെ 32 ഉണ്ടാവുകയെ. പക്ഷെ ഇയാൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് 32 എന്ന് പറഞ്ഞിട്ട് അല്ല 31 എന്ന് പറഞ്ഞത്. അത് കേട്ടു, സംശയം തോന്നും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അന്ന് ഇന്നതിൻ്റെ ഒരു ദൃഷ്ടി അതിലേക്കുണ്ട്, അത് കുറച്ച് ദോഷമാവാൻ സാധ്യത ഉണ്ട്. എന്നാൽ പിന്നെ വേറൊരാളെടുത്ത് പോയി നോക്കാം, അയാളൊക്കെ ഗണിച്ചു, അതാ വലിയ ദോഷദൃഷ്ടിയാണത്. ഒരു കാര്യം ചെയ്തോളൂ, ഒരു 6 മാസം കാത്തു നിന്നോളൂ, അതുവരെ ഇന്ന ദശയാണ് ഞങ്ങൾക്ക്, അത് കഴിഞ്ഞിട്ട് മതി ബിസിനസ്. ഞാൻ ഒരു കൂട്ടി വെച്ച ചില്ലുവാനവും കഴിഞ്ഞു, പ്രശ്നമായി. 6 മാസം കഴിഞ്ഞ് വേണ്ടാന്നും വെച്ചു. അതുകൊണ്ട് മനസ്സിലാക്കുക, നൗ ഓർ നെവർ, ഒന്നുകിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും അല്ല. അതാണ് ഏറ്റവും നല്ല ദിവസം ഏതാന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അങ്ങനത്തെ ഉപദേശമൊന്നും ഗീതയിലില്ല സ്വാമി, വെറുതെ കള്ളം പറയുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, ഉണ്ടോ ഇല്ലയോ എന്ന്. മാസാന മാർഗശീർഷോഹം എന്നുണ്ടോ നോക്കൂ, 10-ാം അധ്യായത്തിൽ. മാസങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മാർഗശീർഷമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടത് മാർഗശീർഷത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്കാണ്. അപ്പോൾ ഭഗവാന്റെ വാക്യത്തിൻ്റെ അർത്ഥം മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാസം ഈ മാസമാണ്. അപ്പോൾ ആഴ്ചകളിൽ ഏറ്റവും നല്ല ആഴ്ച ഏതാ? ഈ ആഴ്ച. ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഏതാ? ദാ ഇന്ന്. ഏറ്റവും നല്ല സ്ഥലം ഏതാ? ദാ ഇവിടെ. താത്പര്യം നമുക്ക് ലഭിച്ചിട്ടുള്ള വിഭവങ്ങളെ ആദരിക്കാനും ഉപഭോഗിക്കാനും ഉപയോഗിക്കാനും സാധിക്കണം. ലഭിക്കാത്തതിനെക്കുറിച്ച് അതില്ല ഇതില്ല മറ്റതില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു പ്രയോജനവും മനുഷ്യ ജീവിതത്തിലില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ജീവിത വിജയത്തിനുള്ള സന്ദേശം. അതുകൊണ്ട് നിന്നെ നീ ഉയർത്തിയാലും ഉദ്ധരേതാത്മനാത്മാനം, നീ നിന്നെ ഉയർത്തിയാലും. എന്തൊരു കരുത്തിൻ്റെ സന്ദേശം നോക്കൂ. വേദാന്തത്തിൻ്റെ സാരം എന്താന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ കരുത്താണ്. കരുത്ത്, എന്തിനെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത്, ആത്മബലത്തിലുള്ള വിശ്വാസം. നമ്മൾ 10,000 ദൈവങ്ങളെ വിശ്വസിച്ചാലും തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ആത്മവിശ്വാസമാണ് മുഖ്യം. ഈ ആത്മമഹിമയാണ് വേദാന്തം കീർത്തിക്കുന്നത്, ഘോഷിക്കുന്നത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഉദ്ധരേതാത്മനാത്മാനം, നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും. അപ്പോഴാണ് നമ്മൾ ഭഗവാനോട് പറയുക, ഭഗവാനെ എന്നെ ഒന്ന് ഉയർത്തണേ. ഇത് കേട്ട ഉടനെ നമ്മുടെ പ്രാർത്ഥന അതാ, എടാ നിന്നെ ഉയർത്താൻ എനിക്കല്ല ആർക്കും കഴിയില്ല, കാരണം ഞാൻ പറഞ്ഞു തന്നാൽ നിൻ്റെ തലയിൽ കയറിയിട്ടില്ല, പിന്നെയല്ലേ. അതും നമ്മൾ ഭഗവാനെ എത്ര ദൂരത്തേക്കാക്കണോ അത്രയും ദൂരത്തേക്കാക്കും. ഇപ്പോൾ കോഴിക്കോട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കോഴിക്കോടുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പൊതുവെ പറയില്ല, ഇല്ലേ? നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന് പറയും. അപ്പോൾ ശിവശംഭു അവിടുന്ന് വൈക്കത്ത് നിങ്ങോട്ട് എത്തണ്ടേ?
എന്താ റോഡ് ബ്ലോക്കൊക്കെ. ഇന്ന് സാധാരണ നമ്മൾ കറക്റ്റ് ടൈമിന് തുടങ്ങണതാണ്. 6 പറഞ്ഞാൽ 6 തുടങ്ങാറുണ്ട്. എന്ത് ചെയ്യാൻ, ആ വഴിയിൽ അങ്ങനെ വന്നപ്പോൾ ഒരു ബസ്സും ലോറിയും തമ്മിൽ ചെറുതായിട്ടൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല. 2 പേർക്കും സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്ത് പോകാവുന്ന വിഷയമേ ഉള്ളൂ. അവിടെ തർക്കം, ലഹള. ഞാൻ അനക്കില്ല 1 സെൻറ്റിമീറ്റർ, നീ അനക്കില്ല 1 മില്ലിമീറ്റർ, പോരെ. പിന്നെ തിരിച്ചു പോകേണ്ടി വന്നു. തിരിച്ച് വേറെ വളഞ്ഞ വഴിക്ക് വന്നു. ഏതായാലും ഇപ്പോൾ എത്തിയ ഭാഗ്യം. അപ്പോൾ വൈക്കത്തുനിന്നൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് ബ്ലോക്ക് ഉണ്ടാവും, എന്തൊക്കെയാണ് തിരക്ക്. അത് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇവിടുന്ന് 24 കിലോമീറ്റർ വരെ പത്രയായി. വൈകുണ്ഠവാസി രക്ഷിക്കണേ, കൈലാസവാസി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മേപ്പോട്ട് നോക്കി ഇരുന്നാൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയുകയാണ് ഉദ്ധരേദാത്മനാത്മാനം. നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും. ആത്മമഹിമയാണ്. നീയാണ് നിന്നെ ഉയർത്തേണ്ടത്. അതിനുള്ള എല്ലാ കരുത്തും നിനക്കുള്ളിലുണ്ട്. ആത്മനാ വിന്ദതേ വീര്യം, ഉപനിഷത്ത് പറയുന്നുണ്ട്. സഹജമായി നമ്മിലൊക്കെയും വീര്യമുണ്ട്. ആ വീര്യത്തെ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീര്യം തിരിച്ചറിയാതിരുന്നാൽ എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവനായി ഈ ലോകത്തിലായാലും എല്ലാ മേഖലകളിലും അധസ്ഥിതനായിരിക്കും നമ്മൾ. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ മഹാമന്ത്രം മനസ്സിലാക്കുക, വളർന്നു വരുന്ന കുട്ടികൾക്ക് കൈമാറുക. ഉദ്ധരേദാത്മനാത്മാനം. തന്നെ കൊണ്ട് തന്നെ ഉയർത്തിയാലും. ഇത്രയുള്ള ഉപദേശം. എന്നിട്ട് അതിൻ്റെ അനുവാദം പറയുകയാണ്. ന ആത്മാനം അവസാദയേത്, തന്നെ തളർത്തരുതേ, തന്നെ ക്ഷീണിപ്പിക്കരുതേ. അപ്പം നമ്മൾ ക്ഷീണിപ്പിക്കരുതേ, തളർത്തരുതേ എന്ന് ഭഗവാൻ പറയണമെങ്കിൽ നമുക്ക് തളർത്താൻ, ക്ഷീണിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥം. രണ്ടും നമുക്ക് അധീനമാണ്. നമുക്ക് നമ്മെ ഉയർത്താം, നമുക്ക് നമ്മെ താഴ്ത്താം. അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഇല്ല, അതല്ലേ നരനായി ഇങ്ങനെ പിറന്നു ഭൂമിയിൽ. പിന്നെ എന്തായിട്ട് പറക്കണം? നരിയായിട്ടോ, ഒരിയായിട്ടോ? ഇതെത്ര ഭാഗ്യമാണ് മനുഷ്യനായി ജനിച്ചത്. ഇത്ര വലിയ ഭാഗ്യം വേറെ വല്ലതും ഉണ്ടോ? അതും ഈ ഭാരതത്തിൽ, ഈ ആർഷ സംസ്കൃതിയിൽ. ഇതിൽ പരം എന്ത് മഹാഭാഗ്യം ഉണ്ടാവാനാ? ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ദേവന്മാർ പോലും ഭാരതത്തിൽ ജനിച്ചവരെ കുറിച്ച് പുകഴ്ത്തി പാട്ടുകൾ പാടുകയാണ്. ഗായന്തി ദേവാ കില ഗീതകാനി ധന്യാസ്തുതേ ഭാരതഭൂവിഭാഗേ സ്വർഗാപവർഗാസ്പദ മാർഗഭൂമൗ ഭവന്തി ഭൂയ പുരുഷസുരത്വാത്. ദേവന്മാർ പാട്ട് പാടുക അവിടെ ഇരുന്നിട്ട്. എന്താ പാട്ട്? ഓ, എന്ത് ഭാഗ്യശാലികളായി ഭാരതത്തിൽ ജനിച്ചവർ. സ്വർഗത്തിനും മോക്ഷത്തിനും ഒരുപോലെ കാരണഭൂമിയാണല്ലോ ഭാരതം എന്ന്. ഇത് ബ്രിട്ടീഷുകാർ വന്ന് പോയതിന് ശേഷം വ്യാസൻ എഴുതിയതാവൂട്ടോ. കാരണം അന്ന് നമ്മളിപ്പോൾ അതാണല്ലോ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ എന്നുള്ളൊരു നാഷണൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തന്നത് എന്നൊക്കെയാണ് കുറച്ച് ആംഗലം കൂട്ടി പറയുക. ശരിയായിരിക്കാം. ഇന്ത്യ എന്ന ഫ്രാക്ഷണൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണെന്ന് പറയാം. ഭാരതം എന്ന ദേശീയ വ്യക്തിത്വം അത് വൈദികമാണ്. ഇപ്പം പറഞ്ഞ ശ്ലോകം മഹാപുരാണങ്ങളിൽ ഒന്നായ വിഷ്ണു പുരാണത്തിലെ, അതായത് 5000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട വിഷ്ണു പുരാണത്തിലെ ശ്ലോകമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? മനുഷ്യനായി ഈ ഭാരതത്തിൽ ജനിച്ചു, എന്നിട്ടും അത് മനസ്സിലാക്കാണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാനൊരു പാവാണേ, ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരാണല്ലേ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. സ്വന്തം മഹിമ മനസ്സിലാക്കുക. അതാണ് ഭഗവാൻ പറയണത്. ആത്മാനം അവസാദയേ, നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ. രണ്ടും നമുക്ക് അധീന, രണ്ടും നമുക്ക് സാധിക്കും. നമ്മളെ നമുക്ക് ഉയർത്തുകയും ചെയ്യാം, നമ്മളെ നമുക്ക് താഴ്ത്തുകയും ചെയ്യാം. എന്നിട്ട് വളരെ സുപ്രധാനമായൊരു വാക്യം ഭഗവാൻ നമ്മളോട് പറയുകയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ഹി, നിശ്ചയമായും, സംശയമില്ല. ആ സംശയമില്ലായ്മയെ കാണിക്കാനാണ് ഹി എന്ന ശബ്ദം. ഹി ആത്മായേവ ആത്മനഃ ബന്ധു, തൻ്റെ ബന്ധു താൻ തന്നെയാണ്.
നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്, വേറെ ആരും നമുക്ക് ബന്ധുക്കളില്ല. വെറുതെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ബന്ധു ഉണ്ടെന്നൊക്കെ. ഇനി ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ കെട്ടിയിടാൻ കുറേ ബന്ധുക്കൾ ഉണ്ടാകാമെങ്കിലും മുക്തിമാർഗത്തിൽ നമുക്ക് ബന്ധു ഇല്ല. ആ മാർഗത്തിൽ അവരും ശത്രുക്കളാണ്. അത് ഈ ബന്ധു എന്നുള്ള വാക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ബന്ധു എന്നുള്ള വാക്ക് വാസ്തവത്തിൽ എന്താ? ബധ്നാതീതി ബന്ധു, ബന്ധിക്കണവനാ ബന്ധു. പക്ഷെ ബന്ധു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? കെട്ടിയിടുന്ന ആള്, ഏറ്റവും കെട്ടുന്ന ആളാ. കെട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനിയിപ്പോൾ മലയാളത്തിൽ കെട്ടിയോൻ എന്നൊക്കെ പറയാറുണ്ട്, കെട്ടിയോൾ. അതിനെ വെച്ചൊന്ന് പറഞ്ഞതാ സ്വാമി എന്ന് വിചാരിക്കരുതേ. അതൊന്നും നമ്മൾ മനസ്സാ ഉദ്ദേശിച്ചിട്ടേയില്ല. മറിച്ച് കെട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ആളെന്നാ ആണല്ലോ. കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പശുവിന് തീറ്റയൊക്കെ കൊടുത്തു കെട്ടി, പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തു കെട്ടി, പട്ടിക്ക് പൂച്ച കൊടുത്തു കെട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ കെട്ടി പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇത് ഞാൻ പറഞ്ഞിടത്തേക്കേ പോകാൻ പാടുള്ളൂ. അല്ല, അങ്ങനെ നിങ്ങളാരും പറയുന്ന അല്ല പറഞ്ഞത്. അതാണ് ബന്ധു ശബ്ദത്തിനർത്ഥം. കെട്ടുന്നവർ, നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നവർ. അപ്പം നമ്മൾ പലരെയും ബന്ധു എന്ന് വിചാരിക്കാറുണ്ട്. ഭഗവാൻ പറയാണ്, നിനക്ക് ബന്ധു നീ മാത്രമാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. നിന്റെ ശത്രു നീ തന്നെയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ശത്രുവായിട്ട് കാണാറുണ്ട്. അവനെൻ്റെ ശത്രുവാണ്, അവളെൻ്റെ ശത്രുവാണ്, അവളെന്നെ നശിപ്പിച്ചു, അവനെന്നെ നശിപ്പിച്ചു എന്നൊക്കെ. ഒക്കെ വെറുതെയാ. ആരാ നമ്മെ നശിപ്പിക്കണത്? നമ്മൾ തന്നെയാണ്. നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട്, ചിന്തകളെ കൊണ്ട്, ക്രിയകളെ കൊണ്ട്. നമ്മുടെ ബന്ധു നമ്മൾ തന്നെ, നമ്മുടെ ശത്രു നമ്മൾ തന്നെ. എപ്പോഴാണ് നമ്മൾ ബന്ധുവാവുക, എപ്പോഴാണ് ശത്രുവാകുക, നമുക്ക് അടുത്ത ശ്ലോകത്ത് ചിന്തിക്കാം. പക്ഷെ ഇപ്പം ഇത്രയും മനസ്സിലാക്കുക, പുറമേ അല്ല ബന്ധുവോ ശത്രുവോ. ഇത് പലർക്കും ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് ഇവിടെ ഈ കൂട്ടത്തിൽ പല ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഒട്ടും ഇഷ്ടാവില്ല ഇത് പറഞ്ഞാൽ. എന്താ കാരണം? ഇത് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പേരും പൈസയൊക്കെ മായ്ക്കേണ്ടി വരും. എന്താണ്? ശത്രു സംഹാര പൂജ, ശത്രു സംഹാര പുഷ്പാഞ്ജലി. അതായിരിക്കും പൊതുവെ ഏറ്റവും വരുമാനമുള്ള ഇനം. അത് സംശയമില്ല, അല്ലാതെ നിങ്ങൾക്ക് പറയാം. ഏറ്റവും വലിയ വരുമാനം തരുന്ന ഒരു ഇനം അതായിരിക്കും. ശത്രുവെ സംഹരിക്കുക, അതിനുള്ള പൂജ, അല്ലെങ്കിൽ ശത്രുവെ സംഹരിക്കുന്നതിനുള്ള അർച്ചന. വലിയ തിരക്കാം, വലിയ തിരക്കാം. ഇപ്പം ഇവിടെ ഭഗവാൻ പറയണത്, നീ തന്നെയാണ് നിൻ്റെ ശത്രു, നീ തന്നെയാണ് നിൻ്റെ ബന്ധു, വേറെ ആരുമില്ല. അപ്പം എൻ്റെ ശത്രുവെ സംഹരിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ തന്നെ അതാർക്കും ഇഷ്ടാവില്ലല്ലോ. വേണ്ട കേട്ടോ, ആ ഷീറ്റ് ഇങ്ങോട്ട് തന്നോളൂ, ഞാനൊരു കാര്യം ചെയ്യാം, പൈസ തരാം, അമ്പലത്തിൽ കൊടുത്ത് മടക്കി വാങ്ങണ്ട, ഒരു പുഷ്പാഞ്ജലി ആയിക്കോട്ടെ, അത് മതി. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും മനസ്സിലാക്കിയ ജീവിതത്തിൽ സന്തോഷമായി മുന്നോട്ട് പോവാം. നമ്മുടെ പരാജയങ്ങൾക്കോ നമ്മുടെ വീഴ്ചകൾക്കോ മറ്റാരുടെ ചുമലിലും നമ്മൾ ഉത്തരവാദിത്വം കെട്ടിവെക്കില്ല. അവൻ കാരണം ഞാനിങ്ങനെയായി, അവൾ കാരണം ഞാനിങ്ങനെയായി. ഇല്ല, എൻ്റെ ബന്ധുവും എൻ്റെ ശത്രുവും ഞാൻ തന്നെയാണ്. തൻ്റെ ഇടത്തോടു കൂടി തനിക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദ്വന്ദ്വങ്ങളുടെയും ഉത്തരവാദിത്വം സ്വയം എടുക്കാൻ പ്രേരിപ്പിക്കുന്ന, മനുഷ്യനെ കരുത്തനാക്കുന്ന സന്ദേശമാണിത്. എന്തുകൊണ്ട്? നോക്കൂ, എൻ്റെ പതനത്തിന് കാരണം അവനോ അവളോ ആണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ആ പതനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നെ വീഴ്ത്തിയത് അവനോ അവളോ ആണെങ്കിൽ എനിക്ക് ആ വീഴ്ചയിൽ നിന്ന് ഉയരാൻ സാധിക്കുമോ? അവനോ അവളോ കനിയണ്ടേ? ചിന്തിക്കുക. എന്നാൽ എൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ചിന്തകളെയും വാക്കുകളെയും ജീവിത ക്രിയകളെയും തിരുത്തി എനിക്ക് ഉയരാം. ഇങ്ങനെ പ്രായോഗികമായി മനുഷ്യനെ നന്മയിലേക്കും വിജയത്തിലേക്കും കരുത്തിലേക്കും നയിക്കുന്ന സന്ദേശമാണിത്. ചിന്തിക്കുക. അതുകൊണ്ട് നിൻ്റെ ബന്ധുവും നീയാണ്, നിൻ്റെ ശത്രുവും നീയാണ്. ഇത് മനസ്സിലാക്കി നീ നിന്നെ ഉയർത്തിയാലും ഒരിക്കലും അധപ്പതിച്ച ചിന്തകളോടുകൂടി തൻ്റെ കഴിവുകേടുകൾ സങ്കല്പിച്ച് എന്തില്ല എന്ന് സങ്കല്പിച്ച് സ്വയം ക്ഷയിക്കാതെ എന്തുണ്ട് എന്ന് സങ്കല്പിച്ച് മുന്നോട്ട് പോകൂ. ഈ ഒരു വീക്ഷണം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഭഗവത്ഗീത സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറയാം. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. അപ്പം അവിടെ വന്ന സംശയം ഇതാണ്,
എപ്പോഴാണ് നാം നമുക്ക് ബന്ധുവാവുക? എപ്പോഴാണ് നാം നമുക്ക് ശത്രുവാവുക? സ്വയം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത ശ്ലോകം. നോക്കൂ. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ. അപ്പോഴത്തേക്ക് പറഞ്ഞു. ഇതല്ലേ നമ്മളെ കുഴപ്പം, ഇതാ നമ്മുടെ കുഴപ്പം. ഈ കുഴപ്പം അറിയുന്നവരാണ് നമ്മുടെ മാധ്യമക്കാർ. ഇവിടെ ഉണ്ടാവും ചില മാധ്യമക്കാരൊക്കെ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ, മറ്റ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ, ഇതിനൊക്കെ ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഉടനെ ഒരു ചർച്ചാ വിഷയം വരും. അത് എത്ര രൂക്ഷമായിട്ടായാലും അതിൻ്റെ പിന്നാലെ സമൂഹം പോയിക്കോളും. ഉടനെ മറ്റതൊക്കെ മറന്നു, മുഖ്യ വിഷയം മറന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഇപ്പോൾ സ്വർണവും കട്ടിലപ്പാളിയും ഒക്കെയായി. സ്വർണവും കട്ടിലപ്പാളിയായി ചർച്ച പോകുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നു എന്നായപ്പോഴത്തേക്ക് ദപ്പ വന്നു. അപ്പോഴത്തേക്ക് നമ്മളെ ചർച്ച മുഴുവൻ ഇപ്പം എന്താ, അവൻ എത്ര പെണ്ണുങ്ങളെ വിളിച്ചു, ആരാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. എന്തൊരു അധപ്പതിച്ച അവസ്ഥയാണിത്. ഉടനെ മാങ്കൂട്ടലിൻ്റെ അതിൻ്റെ പിന്നാലെയായി. മാങ്കൂട്ടിൽ എന്താ, അത് തന്നെ, എന്താ അത് വെച്ചാൽ അത്, അതിൻ്റെ പിന്നാലെ ആ ചർച്ച മുഴുവൻ. മറ്റൊക്കെ പോയി. ഇപ്പോൾ സ്വർണവും പോയി, ശബരിമലയും പോയി, തന്ത്രിയും പോയി, മന്ത്രിയും പോയി, പോലീസ് സൂപ്രണ്ടിൻ്റെ അച്ഛനും പോയി, ഒക്കെ പോയി, എല്ലാം പോയി. ഒരു ചർച്ചയില്ല, ഒക്കെതാ ഇതിൻ്റെ പിന്നാലെയായി. ഇതങ്ങനെ മുറുകി വരുമ്പോഴത്തേക്ക് ഭരണക്കാർക്ക് ദോഷകരമാകുന്ന ഒരു സന്ദർഭം വരുമ്പോഴത്തേക്ക് ഒട്ടന്നെ വേറൊന്ന് വരും. അപ്പം അതിൻ്റെ പിന്നാലെ പോകും. ഇപ്പം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒന്നാം ശ്ലോകം. നമ്മളെ ശബ്ദം ഉയരണം. നമ്മുടെ ശബ്ദം താണാൽ നമ്മൾ അധസ്ഥിതരായി പോകും. താഴ്ത്തരുത്. എന്നിട്ട് രണ്ടാം ശ്ലോകം വായിക്കുമ്പോഴത്തേക്ക് ഒക്കെ മറന്നു. അതുകൊണ്ട് ഇത്ര ആൾക്കാരില്ലേ ഇവിടെ? എന്താ കഥ? ഒരു വേദാന്ത പ്രഭാഷണത്തിന് അല്ലെങ്കിൽ ഭഗവത്ഗീത ചർച്ചയ്ക്ക് കോഴിക്കോട് പോലൊരു സ്ഥലത്ത്, അതും പട്ടണത്തിൽ, അതും പൊതുമൈതാനത്ത് ഇത്ര പേര് വരിക പറഞ്ഞാൽ വലിയ അത്ഭുതകരമായിട്ടുള്ള പരിപാടിയാണ് അതെ. എന്നിട്ട് ഇത്രയും ശബ്ദമുള്ളൂ നാട്ടുകാരെ അറിഞ്ഞാൽ മോശമല്ലേ? ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ആത്മനഃ, ആത്മാ ബന്ധുഹു, തനിക്ക് താൻ ബന്ധുവാണ്. എപ്പോൾ? യേന, യാതൊരാളാൽ, ആത്മനാ, തന്നാൽ, ആത്മാ ഏവ ജിതഃ, താൻ ജയിക്കപ്പെട്ടിട്ടുണ്ടോ. ലളിതമായി പറഞ്ഞാൽ തന്നെ ജയിച്ചവനാരോ അവൻ സ്വയം ബന്ധുവാണ്. നമ്മളിവിടെ മറ്റൊരു തൊഴിലും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കണത്. പല വ്യവഹാരങ്ങളും നമുക്കുണ്ട്. എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വന്നത്, ഇല്ലേ? അതെ, പലതുണ്ട്. സന്ധ്യാസമയത്ത് സീരിയലുണ്ട് 8 മണി വരെ, ഏറ്റവും വലിയ ത്യാഗമാണ്. ഇന്ന് നല്ല ഒന്നാന്തരം ഭജന നടക്കുന്നുണ്ട് കോഴിക്കോട്, ഒന്നാന്തരം ഭജൻ ഗ്രൂപ്പിൻ്റെ, ഇല്ലേ? എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കേൾക്കണമെന്നുള്ള അത്യന്തമായ ആഗ്രഹത്തോടു കൂടിയാവാണ് വന്നതെങ്കിലും ഇരുന്ന ശേഷം നമ്മൾ എവിടെയൊക്കെ പോയി? വീട്ടിൽ പോയി, നാട്ടിൽ പോയി, വീടിൻ്റെ വാതിൽ വരെ പോയി, ഓടാമ്പല വരെ പോയി, എവിടെയൊക്കെയോ പോയി. എവിടെയൊന്നും പറയാൻ വയ്യ. വീട്ടിൽ പോയിച്ചാൽ നല്ലതെന്നാണ് ഞാൻ പറയുക. അപ്പോൾ വീട്ടിൽ പോകണമല്ലൊക്കെ ചുരുക്ക. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് കേൾക്കണം എന്നുള്ളത് സാധിക്കണില്ല. അപ്പം നമുക്കെന്തായി? നമ്മുടെ ലക്ഷ്യത്ത് നമ്മൾ മാറി. നമ്മൾ സ്വയം ശത്രുവായി. നമ്മൾ ജയിക്കാത്തപ്പോൾ എന്നാൽ നമ്മൾ പൂർണ്ണമായും ജയിച്ച് ഏത് ജോലിയാണോ നമ്മൾ ചെയ്യണത് അതിൽ പൂർണ്ണമായി വ്യാപരിക്കുമ്പോൾ, കൃഷിയിൽ ഉറച്ച കൃഷിക്കാരൻ, വ്യവസായത്തിൽ ഉറച്ച വ്യവസായി, വിദ്യാധ്യയനത്തിൽ ഉറച്ച വിദ്യാർത്ഥി,
തല്ലുകൂടുമ്പോൾ തലയിൽ ഉറച്ച തല്ലുകാരൻ വേണം. വേണ്ട, എന്താണോ ചെയ്യണത് അതിൽ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ പ്രഭാഷണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മറ്റൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നേരെ ഡ്രൈവറെ സീറ്റിലിരുന്നാൽ അവിടെ ഡ്രൈവർ മാത്രമാണ്, അവിടെ മറ്റൊന്നും ഉണ്ടാവരുത്. ഇങ്ങനെ സ്വയം നിയന്ത്രിതമായ അന്തഃകരണത്തോടുകൂടി ഏകാഗ്രതയോടുകൂടി നമ്മുടെ മുഴുവൻ ശക്തിയെയും നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാം നമുക്ക് ബന്ധുവാണ്. എന്നാൽ സ്വയം ജയിക്കാതെ അങ്ങുമിങ്ങും അലയുന്ന മനസ്സും ബുദ്ധിയും അവനെന്താ പറയണത് ഇല്ലേ? പലതിൻ്റെ പിന്നാലെ നട്ടോട്ടമോടി സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ആള് സ്വയം ശത്രുവായി തീരും. അപ്പം നമുക്ക് തന്നെ ബന്ധുവാണ് എപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ നിയന്ത്രണത്തിലാണോ. എപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലയോ തീർച്ചയായിട്ടും മറ്റ് പലരുടെയും നിയന്ത്രണത്തിലാകും. ആരെങ്കിലും കയറി നിയന്ത്രിക്കും എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു കോളേജിൽ, ഒരു മെഡിക്കൽ കോളേജാണ്, ഒരു മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു. അപ്പം അവിടെ ഒരു കുട്ടിയുടെ സംസാരിക്കാൻ തന്നെ 10 മിനിറ്റേ പ്രസംഗിച്ചിട്ടുള്ളൂ, ബാക്കി 2 മണിക്കൂർ സംശയ നിവാരണ, 2 മണിക്കൂർ 5 മിനിറ്റ്, 2.25 മണിക്കൂർ മൊത്തം. ഒരു കുട്ടിയുടെ വളരെ നല്ലൊരു സംശയം, വളരെ ഇഷ്ടമായി. അതിനുശേഷം നമ്മളത് പല സ്ഥലത്ത് പറഞ്ഞു. ആ കുട്ടി ചോദിച്ചത്, വിദ്യാർത്ഥി എന്ന രീതിയിൽ, അയാൾ MBBS പഠിക്കുന്ന ആളാണ്, വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ഈ പഠനത്തിൽ നിന്ന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു. ഇവിടെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചത് പ്രഭാഷണം ഇംഗ്ലീഷിലായതുകൊണ്ടും അതിന് തുല്യമായ മറ്റൊരു മലയാളം അറിയാത്തത് കൊണ്ടുമാണ്. എനിക്കൊരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നു, എനിക്ക് എങ്ങനെ ഡിസ്ട്രാക്ഷനെ ജയിക്കാം? ഇതാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു, അപ്പോൾ വായിൽ വന്ന മറുപടി ഇതാണ്. എവിടുന്ന് വന്നു അറിയില്ല, അപ്പോൾ വന്ന മറുപടി ഇതാണ്, ഡിസ്ട്രാക്ഷൻ എന്നൊന്നില്ല. എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഈ ലോകത്തിൽ, ഈ മാനവിക ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻ എന്നൊന്നില്ല. അപ്പം അവിടെ കൂടിയിട്ടുള്ള 100ഓളം കുട്ടികൾ എന്താ അത് ഇയാൾ ഇങ്ങനെ പറയണമെന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുക. ഡിസ്ട്രാക്ഷൻ ഉണ്ടല്ലോ ലോകത്തിൽ, ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പം ഞാനിവിടെ ഗീത ഈ പ്രഭാഷണം ചെയ്യാനിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇത് കേൾക്കാനിരിക്കുന്നു. അപ്പം നമ്മെ സംബന്ധിച്ച് നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് എന്തിനാ പറയുക? ഒരു സുന്ദരി അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു സുന്ദരൻ അവിടെ വന്നു വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു പാട്ട് അവിടുന്ന് കേട്ടു. കുറച്ച് നേരത്തെ ഈ പ്രഭാഷണ പരമ്പരയുടെ അനൗൺസ്മെൻ്റ് അവിടുന്ന് കേട്ടു, കുറച്ച് നേരത്തെ. അല്ലെങ്കിൽ അടുത്ത ഹോട്ടലുകളിലൊക്കെ ഉണ്ട്, അവിടുന്ന് വല്ല പൊരിക്കുകയെ വർക്കൊക്കെ ചെയ്യണത് മൂക്കിലേക്ക് വന്നു വിചാരിച്ചു. ഈ കണ്ണ്, ചെവി, മൂക്ക് ഒക്കെ പോവുകയായി. ഇതാണ് എൻ്റെ ഡിസ്ട്രാക്ഷൻ അല്ലേ? അല്ലെങ്കിൽ ചിന്തകളാണ്. ഞാൻ മിഞ്ഞാന്ന് അങ്ങനെ ചെയ്തിരുന്നു, അവനോട് അത് പറഞ്ഞു, അവളോട് ഇത് പറഞ്ഞു, അതാക്കി ഇതാക്കി. അത് ഡിസ്ട്രാക്ഷനാണ്, സമ്മതിച്ചു. പക്ഷേ വാസ്തവത്തിൽ ഡിസ്ട്രാക്ഷൻ ആണോ അത്? അല്ല, അതൊരു കൂട്ടം അട്രാക്ഷനാണ്. ഡിസ്ട്രാക്ഷൻ എന്നൊന്നും ലോകത്തില്ല, ഉണ്ടാവാൻ സാധ്യമല്ല. അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. അവിടെ നമ്മൾ പറഞ്ഞ മറുപടി ബഞ്ച് ഓഫ് അട്രാക്ഷൻസ് എന്നാണ്. ഒരു ബഞ്ച് ഓഫ് അട്രാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്ട്രാക്ഷനായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, ഏതാണ് 1, ഏതാണ് 2, ഏതാണ് 3, ഏതാണ് 4 എന്ന് ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യവും മാർഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് മുൻഗണനാക്രമം കൊടുക്കുക. അപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു MBBS വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തിൽ ഏതാണ് എൻ്റെ മുൻഗണനാക്രമത്തിൽ 1 മാർക്ക് ചെയ്യുക. ഞാൻ ഒരു കച്ചവടക്കാരനാണ്, അപ്പോൾ കച്ചവടക്കാരൻ എന്ന വ്യക്തിത്വത്തിൽ എൻ്റെ മുൻഗണനാക്രമത്തിൽ 1 ഏതാണ്? അല്ലെങ്കിൽ ഞാൻ ഒരു കൃഷിക്കാരനാണ്,
കൃഷിക്കാരെന്നുള്ള വ്യക്തിത്വത്തിൽ എൻ്റെ മുൻഗണനാക്രമത്തിൽ ഒന്നേതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അട്രാക്ഷനുകളെ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. ഇതാണ് മനോനിയന്ത്രണം. ഒന്നിലേക്കും പ്രവർത്തിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ഒന്നും ആഗ്രഹിക്കേണ്ടെന്നല്ല പറഞ്ഞത്. വികാരങ്ങളും ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഒക്കെയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതൊന്നും വേണ്ട, നീ തൂണ് പോലെ ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. യാതൊരു സങ്കല്പവും ഇല്ലാത്ത, യാതൊരു വികാരവും ഇല്ലാത്ത തൂണ് പോലെ നമ്മളൊക്കെ ആവണം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ജീവിതത്തിൽ മുൻഗണനാക്രമം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ സ്വയം ബന്ധു. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അയ്യോ, അന്ന് വേണ്ടോണം ശ്രദ്ധിച്ചില്ലല്ലോ, പലരും പറഞ്ഞു തന്നിരുന്നു എന്നിട്ടും കേട്ടില്ലല്ലോ, എന്തോ ഒരു വൈകാരിക തള്ളിച്ചയ്ക്ക് അന്ന് അവർ പറഞ്ഞു തന്നൊന്നും കേൾക്കാൻ തോന്നിയില്ല എന്ന് അന്ന് കടന്നാലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നു പറയണ്ടല്ലോ, അന്ന് എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. കിമഹം സാധുനാ കരവം. അടുത്ത മന്ത്രം അതിനേക്കാൾ കുറച്ചും കൂടിയും കഷ്ട. കിമഹം പാപമകരവം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, എന്തുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തു എന്ന് കിടന്നാലോചിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എപ്പോഴാന്ന് മനസ്സിലായല്ലോ. അങ്ങനെ കിടന്നാലോചിക്കുകയാണേ, എണീക്കാൻ പോലും വയ്യ. അപ്പോൾ സ്വയം ശത്രുവായി, സ്വയം ദുഃഖത്തിന് കാരണമായി അങ്ങനെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പം ആലോചിക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമുക്ക് അധീനമാവണം. അവിടെ മുൻഗണനാ ക്രമത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നാം നമുക്ക് ബന്ധു, ഇല്ലെങ്കിലോ നാം നമുക്ക് ശത്രു. അതുകൊണ്ട് നമ്മുടെ ബന്ധുവും ശത്രുവും ഒന്നും പുറത്തല്ല എന്ന് മനസ്സിലാക്കുക. ഉള്ളിൽ തന്നെയാട്ടോ കള്ളത്. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഏതായാലും സന്തോഷം. തുടർന്ന് നമുക്ക് കൃത്യസമയത്തിന് ചിന്തിക്കാമെന്ന് വിചാരിക്കുക.